നമ്മളിന്ന് ജീവിക്കുന്നത് ഭൂമിയിലും ബഹിരാകാശത്തും ഒരുപോലെ യുദ്ധങ്ങൾ പുകയുന്ന വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോകത്താണ്. ഒരു വശത്ത് യുക്രൈൻ തങ്ങളുടെ അത്യാധുനിക AI ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ സപ്ലൈ നെറ്റ്വർക്കുകൾ തകർക്കുമ്പോൾ, മറുവശത്ത് ചൈനയുടെ മിലിറ്ററി ബാക്കപ്പോടെ പാകിസ്ഥാൻ ആകാശത്ത് 6 അത്യാധുനിക ചാരക്കണ്ണുകൾ വിന്യസിച്ച് ഇന്ത്യയുടെ അതിർത്തികളെ 24 മണിക്കൂറും നിരീക്ഷിക്കുകയാണ്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിൽ ഇറാന്റെ മൂക്കിന് താഴെ നിന്ന് അമേരിക്ക ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അതീവ രഹസ്യമായിട്ട് കടത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത്. ഇതേസമയം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തുർക്കി പ്രസിഡന്റ് എർദോഗാനും തമ്മിലുള്ള വാക്പോര് ഒരു പുതിയ അന്താരാഷ്ട്ര പ്രതിസന്ധിക്കും തിരികൊളുത്തിയിട്ടുണ്ട്. ആഗോള ഡിഫൻസ് രംഗത്തെയും ജിയോ പൊളിറ്റിക്സിനെയും മാറ്റിമറിക്കുന്ന ഈ വാർത്തകളുടെ കംപ്ലീറ്റ് ഇൻസൈറ്റ് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വെൽക്കം ടു ലൂക്ക. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം 5ലേക്ക് കടക്കുകയാണ്. റഷ്യ യുക്രൈനെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് വിചാരിച്ച ഇടത്തു നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് സാധാരണ ഒരു യുദ്ധമല്ല, കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ AI വാർഫെയർ ആണ്. യുക്രൈൻ ഇപ്പോൾ റഷ്യൻ സൈനികരെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റഷ്യയുടെ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് തകർക്കാനാണ്. അതായത് യുദ്ധം ചെയ്യാൻ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന റഷ്യൻ പടയാളികൾക്ക് വണ്ടി വരണമെങ്കിൽ ഇന്ധനം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, വെടിവെക്കാൻ വെടിമരുന്ന് വേണം. ഈ ഒരു വരുന്ന വഴി അങ്ങ് അടച്ചാലോ? അതാണ് യുക്രൈന്റെ പുതിയ തന്ത്രം എന്ന് പറയുന്നത്. ഇതിനായിട്ട് അവർ കൊണ്ടുവന്ന പുതിയ ദൗത്യത്തിന്റെ പേരാണ് ലോജിസ്റ്റിക്സ് ലോക്ക്ഡൌൺ. കൃത്യമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് റഷ്യയുടെ സപ്ലൈ ലൈനുകൾ ഓരോന്നോരോന്നായിട്ട് തകർക്കുന്ന യുക്രൈന്റെ കില്ലർ ബുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സാധാരണ ഡ്രോണുകൾക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ യുക്രൈൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മിഡ് റേഞ്ച് സ്ട്രൈക്ക് കപ്പാസിറ്റിയുള്ള ഡ്രോണുകളാണ്. അതായത് ഫ്രണ്ട് ലൈനിൽ നിന്നും ഏകദേശം 150 മൈലുകൾ, അതായത് 240-ലധികം കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നു ചെന്ന് റഷ്യൻ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. യുക്രൈന്റെ നാഷണൽ ഗാർഡിന്റെ ഏസോഫ് വിങ്ങിന്റെ ഒരു ഓഫീസർ അടുത്തിടെ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ശത്രുക്കളുടെ സപ്ലൈ കപ്പാസിറ്റിയാണ് വേട്ടയാടുന്നത്. അതായത് ഫ്രണ്ട് ലൈനിനടുത്ത് റഷ്യൻ സൈനികർ സാധനങ്ങൾ തലച്ചുമടായിട്ടോ ചെറിയ കാറുകളിലോ ഒക്കെയാണ് എത്തിക്കുന്നത്. അവിടെ ആക്രമിച്ചിട്ട് വലിയ കാര്യമില്ല. എന്നാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ വലിയ വലിയ കാർഗോ ട്രക്കുകൾ, ഫ്യൂവൽ ടാങ്കറുകൾ, ട്രെയിനുകൾ എന്നിവയിലാണ് സാധനങ്ങൾ വരുന്നത്. ഒരൊറ്റ ഫ്യൂവൽ ടാങ്കർ തകർത്താൽ വലിയൊരു റഷ്യൻ ഗ്രൂപ്പിന്റെ മൂവ്മെന്റ് അവിടെ നിൽക്കും. യുക്രൈൻ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതും ഈ ഒരു വമ്പൻ സപ്ലൈകളെയാണ്. ഇനി നമുക്ക് ഇതിന് പിന്നിലെ ആ ഒരു ടെക്നോളജി ഒന്ന് നോക്കാം. യുക്രൈൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ഹോർനെറ്റ്, പിന്നെ ഡാർട്സ് എന്ന് പറയുന്ന കാമിക്കാസെ അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ. ഇതൊക്കെ ശരിക്കും ലോ കോസ്റ്റ് ഡ്രോണുകളാണ്, വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടെക്നോളജി വേറെ ലെവലാണ്. ഈ ഡ്രോണുകളിൽ യുക്രൈൻ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് മോഡിഫൈ ചെയ്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ എത്ര കടുത്ത ഇലക്ട്രോണിക് ജാമിംഗ് നടത്തിയാലും ഇതിന്റെ സിഗ്നൽ കട്ടാകില്ല. ഏറ്റവും ക്രിട്ടിക്കലായ കാര്യം ഇതിലെ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. യുദ്ധത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ആയിരക്കണക്കിന് മണിക്കൂർ വരുന്ന റഷ്യൻ മിലിറ്ററി വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ഈ AI സിസ്റ്റത്തെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡ്രോൺ വായുവിൽ ഉയർന്നു കഴിഞ്ഞാൽ അത് ഓട്ടോണോമസ് മോഡിലായിരിക്കും. ഇതിന്റെ ലാസ്റ്റ് മൈൽ സിസ്റ്റം അല്ലെങ്കിൽ ടെർമിനൽ ഗൈഡൻസ് പൂർണ്ണമായിട്ടും AI ആണ് നിയന്ത്രിക്കുന്നത്. റഷ്യൻ ട്രക്കുകളോ ഇന്ധന ടാങ്കറുകളോ കണ്ടാൽ ഡ്രോൺ സ്വയം തിരിച്ചറിഞ്ഞ് ടാർഗറ്റ് ലോക്ക് ചെയ്ത് പോയി ഇടിച്ച് തകർക്കും. മനുഷ്യന്റെ സഹായം പോലും അവസാന നിമിഷം ആവശ്യമില്ല എന്നർത്ഥം. ഇതിനകം തന്നെ 11 ലക്ഷത്തിലധികം സൈനികരെ യുദ്ധകളത്തിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പരിക്കേറ്റ് പിന്മാറേണ്ടി വന്ന ഒരു തകർന്ന അവസ്ഥയിലാണ് റഷ്യൻ സൈന്യമുള്ളത്. ആ റഷ്യയുടെ നെഞ്ചത്തോട്ടാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോൾ ഇരട്ടി പ്രഹരമായി പതിക്കുന്നത്. കാരണം ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന സൈനികർക്ക് ഇന്ധനവും ആയുധങ്ങളും കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റിയില്ല എങ്കിൽ റഷ്യൻ മിലിറ്ററിയുടെ മരണസംഖ്യ ഇനിയും റോക്കറ്റ് പോലെ കുതിച്ചുയരും. യുക്രൈന്റെ കില്ലർ ഡ്രോണുകൾ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് റഷ്യയുടെ ലൈഫ് ലൈനായ ക്രിമിയൻ റെയിൽവേ ലൈനുകളും വമ്പൻ ഹൈവേകളുമാണ്. അവ ഓരോന്നോരോന്നായിട്ട് തകർത്ത് റഷ്യയെ ശ്വാസം മുട്ടിക്കുകയാണ് യുക്രൈൻ. റഷ്യ ഇതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ യുദ്ധമേഖലയുടെ ഉള്ളിൽ വരെ വലിയ വലിയ ആന്റി ഡ്രോൺ നെറ്റ്സ് സ്ഥാപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഡ്രോണുകൾ വരുന്നത് നോക്കാൻ പ്രത്യേക ഒബ്സർവേഷൻ പോസ്റ്റുകൾ ഉണ്ടാക്കി അവിടെയുള്ള സൈനികർക്ക് ഷോട്ട് ഗൺസ് വരെ കൊടുത്തിരിക്കുകയാണ്. റഷ്യയെ പോലൊരു വൻ ശക്തി കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ പേടിച്ച് ഷോട്ട് ഗണ്ണും പിടിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കും. അത് മാത്രമല്ല, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ അധീനതയിലുള്ള മെരിയുപോൾ പോർട്ടിലും അതുപോലെ സെവാസ്റ്റോപോളിലും വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. റഷ്യയുടെ ഉള്ളിലെ സാമാറ
സാഹാറ റീജിയണിലെ ഓയിൽ റിഫൈനറികൾ വരെ യുക്രൈന്റെ ഡ്രോണുകൾ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞു. ഇതോടെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തിന്റെ വേഗത കുറയുന്നതായിട്ടാണ് ഇന്റർനാഷണൽ ഡിഫൻസ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ 15 ലക്ഷത്തിലധികം മനുഷ്യജീവനുകൾ കവർന്ന ഈ കടുത്ത യുദ്ധത്തിൽ ഈ ഒരു മിഡ് റേഞ്ച് സ്ട്രൈക്ക് ക്യാമ്പയിൻ വരാനിരിക്കുന്ന ലോകമഹായുദ്ധങ്ങളുടെ ഒരു വലിയ സൂചനയാണ് നൽകുന്നത്. കോടികൾ വിലയുള്ള മിസൈലുകളോ വലിയ യുദ്ധവിമാനങ്ങളോ അല്ല, മറിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന ഡ്രോണുകൾക്ക് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഡിഫൻസ് സിസ്റ്റത്തെയും നോക്കുകുത്തിയാക്കാൻ പറ്റുമെന്ന് യുക്രൈൻ തെളിയിച്ചിരിക്കുകയാണ്. ഫ്യൂവലാണ് യുദ്ധത്തിന്റെ രക്തം. ആ രക്തയോട്ടം നിലച്ചാൽ റഷ്യൻ ടാങ്കുകളും ജനറേറ്ററുകളും വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാറും. ഭൂമിയിലെ അതിർത്തികളിൽ തോക്കുകളും പീരങ്കികളും നിശബ്ദമാകുമ്പോഴും നമ്മുടെ തലയ്ക്ക് മുകളിൽ അത്ര നിശബ്ദമല്ലാത്ത മറ്റൊരു വമ്പൻ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരമ്പരാഗത സൈനിക സന്തുലിതാവസ്ഥയെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ പോരാട്ട വീഥിയാണ് ഇപ്പോൾ ബഹിരാകാശത്ത് രൂപപ്പെടുന്നത്. നമ്മൾ അടുത്തിടെ കണ്ട ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ നേരിട്ടുള്ള സംഘർഷങ്ങൾക്ക് താൽക്കാലിക ശമനം ഉണ്ടായി എന്നത് ശരിയാണ്. എന്നാൽ ബഹിരാകാശത്ത് പാകിസ്ഥാൻ നടത്തുന്ന നിശബ്ദമായ കുതിപ്പ് ഇന്ത്യക്ക് വലിയ തലവേദനയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഭൂമിയിൽ നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരമായ വേഗതയിലാണ് ബഹിരാകാശത്ത് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഒരു ഭീമൻ ഉപഗ്രഹ ശൃംഖലയാണ് പാകിസ്ഥാൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു സാങ്കേതിക മുന്നേറ്റമല്ല, മറിച്ച് വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന വലിയൊരു തന്ത്രപരമായ നീക്കമാണ്. പാകിസ്ഥാന്റെ ഈ പുതിയ സ്പേസ് ഗെയിം എന്താണ് എന്നും അതിനു പിന്നിലെ ചൈനീസ് ബുദ്ധി എന്താണ് എന്നും നമുക്ക് നോക്കാം. ഈ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് പിന്നോട്ട് നോക്കേണ്ടതുണ്ട്. പാകിസ്ഥാന്റെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ സുപാർകോ രൂപീകൃതമായത് 1961-ലാണ്. നമ്മുടെ ഇസ്രോയ്ക്ക് മുൻപേ തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. പക്ഷെ കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ അവർക്ക് വിരലിലെണ്ണാവുന്ന ഉപഗ്രഹങ്ങൾ മാത്രമാണ് വിക്ഷേപിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഇസ്രോ വഴി ചൊവ്വയിലും ചന്ദ്രനിലും തൊട്ടപ്പോഴും സുപാർകോ വളരെ പിന്നിലായിരുന്നു. എന്നാൽ ഈ ചരിത്രത്തെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ വെറും 16 മാസത്തിനിടയിൽ മാത്രം പാകിസ്ഥാൻ 6 അത്യാധുനിക എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തേക്ക് എത്തിച്ചത്. ഈ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം ആഗോള പ്രതിരോധ നിരീക്ഷകരെ ഒരേപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അടുത്തിടെ ഉണ്ടായ പഹൽഗാം ഭീകര ആക്രമണത്തിനും അതിനെ തുടർന്നുണ്ടായ ഇന്ത്യൻ സൈനിക നടപടികൾക്കും മുൻപ് തന്നെ പാകിസ്ഥാൻ ഈ പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു എന്നത്. ഇതിനർത്ഥം ഇത് ഇന്ത്യയുടെ പെട്ടെന്നുള്ള നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് പാകിസ്ഥാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡിഫൻസ് സിസ്റ്റം അല്ല, മറിച്ച് ദീർഘകാല ആസൂത്രണത്തോടെ തന്നെ അവർ നടപ്പിലാക്കിയ വലിയൊരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണ് എന്നാണ്. പാകിസ്ഥാൻ ബഹിരാകാശത്ത് വിന്യസിച്ചിരിക്കുന്ന ഈ 6 ഉപഗ്രഹങ്ങളും ചേരുമ്പോൾ രൂപപ്പെടുന്ന ഉപഗ്രഹ വ്യൂഹം, അതായത് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു ശാസ്ത്രീയ പരീക്ഷണമല്ല. ഇതിൽ ഒപ്റ്റിക്കൽ ഇമേജിംഗ്, ഹൈപ്പർ സ്പെക്ട്രൽ, റിമോട്ട് സെൻസിംഗ് തുടങ്ങിയ വ്യത്യസ്ത തരം അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോൾ തന്നെ മികച്ച ശേഷിയുള്ളവയാണ്. എന്നാൽ ഇവയെല്ലാം ഒന്നിച്ചൊരു ശൃംഖലയായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന കൃത്യത അതിഭീകരമാണ്. സാധാരണ സിവിൽ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് കാലാവസ്ഥ അറിയാനോ അല്ലെങ്കിൽ കൃഷിക്കോ ഉപയോഗിക്കുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ സ്വഭാവമല്ല ഈ ശൃംഖലയ്ക്കുള്ളത്. ഇതിന്റെ പരിക്രമണ പഥം, ഈ ഒരു ഓർബിറ്റ് ക്രമീകരിച്ചിരിക്കുന്ന രീതിയും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകളുടെ സവിശേഷതകളും വ്യക്തമാക്കുന്നത് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം പൂർണ്ണമായും മിലിറ്ററി ആവശ്യങ്ങൾക്ക് തന്നെയാണ് എന്നാണ്. ഈ ഉപഗ്രഹ വ്യൂഹത്തിലെ ഏറ്റവും വിനാശകാരിയായ സാങ്കേതിക വിദ്യയായി പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹമായ HS-1നെയാണ്. സാധാരണ ഒപ്റ്റിക്കൽ ഉപഗ്രഹങ്ങൾക്ക് വെളിച്ചത്തിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ എടുക്കാൻ മാത്രമേ സാധിക്കൂ. എന്നാൽ ഹൈപ്പർ സ്പെക്ട്രൽ സാങ്കേതിക വിദ്യയ്ക്ക് പ്രകാശത്തിന്റെ വിവിധ വേവ് ലെങ്ത്സ് വേർതിരിച്ച് വിശകലനം ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ഇന്ത്യൻ സൈന്യം അതിർത്തികളിൽ ക്യാമഫ്ലാഷ്, അതായത് പച്ചപ്പ് നിറഞ്ഞ തുണികളും വലകളും ഉപയോഗിച്ച് ഒളിപ്പിച്ചിരിക്കുന്ന യുദ്ധവിമാനങ്ങളോ ടാങ്കുകളോ ബങ്കറുകളോ തിരിച്ചറിയാൻ സാധാരണ ഉപഗ്രഹങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഹൈപ്പർ സ്പെക്ട്രൽ ഉപഗ്രഹങ്ങൾക്ക് ആ വസ്തു നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിന്റെയോ തുണിയുടെയോ കെമിക്കൽ കോമ്പോസിഷൻ, രാസഘടന പോലും തിരിച്ചറിയാൻ കഴിയും. ഇത് ഇന്ത്യയുടെ പരമ്പരാഗത ഒളിപ്പോര് തന്ത്രങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കുന്ന ഒന്നാണ്. ഇതിനു പുറമെ വിക്ഷേപിച്ച PRSE-EO2, PRSE-EO3 തുടങ്ങിയ ഉപഗ്രഹങ്ങളിൽ AI അധിഷ്ഠിത ഡേറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളുണ്ട്. ഇത് ഉപഗ്രഹങ്ങൾ അയക്കുന്ന ദശലക്ഷക്കണക്കിന് ചിത്രങ്ങളെ സ്വയം വിശകലനം ചെയ്ത് അതിർത്തിയിലെ നേരിയ മാറ്റങ്ങൾ പോലും
പോലും സെക്കൻഡുകൾക്കുള്ളിൽ പാകിസ്ഥാൻ സൈനിക കൺട്രോൾ റൂമുകളിൽ എത്തിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലനിലേക്ക് വരാം. പാകിസ്ഥാന്റെ ഈ പെട്ടെന്നുള്ള ബഹിരാകാശ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചൈനീസ് ബുദ്ധിയും പണവും സാങ്കേതിക വിദ്യയും ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. സ്വന്തമായിട്ട് ഒരു ഉപഗ്രഹം പോലും കൃത്യമായിട്ട് നിർമ്മിക്കാനോ വിക്ഷേപിക്കാനോ ഉള്ള സാമ്പത്തിക സ്രോതസ്സോ സാങ്കേതിക അടിത്തറയോ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കിടക്കുന്ന പാകിസ്ഥാന് ഇല്ല. ഇവിടെയാണ് ചൈന രക്ഷകന്റെ റോളിൽ എത്തുന്നത്. പാകിസ്ഥാൻ വിക്ഷേപിച്ച ഈ 6 ഉപഗ്രഹങ്ങളും ബഹിരാകാശത്ത് എത്തിയത് ചൈനീസ് റോക്കറ്റുകളിലാണ്. ഉപഗ്രഹങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, ടെക്നോളജി ട്രാൻസ്ഫർ എന്നിവയിലെല്ലാം ചൈനീസ് കമ്പനികളുടെയും സൈന്യത്തിന്റെയും നേരിട്ടുള്ള പങ്കാളിത്തമുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിൽ വിക്ഷേപിച്ച PRSC EU-3 എന്ന ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥത്തെക്കുറിച്ച് അമേരിക്കൻ ബഹിരാകാശ നിരീക്ഷണ ഏജൻസിയായ കോംസ്പോക്ക് നടത്തിയ പഠനങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ഈ ഉപഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്നത് ആഗോളതലത്തിലുള്ള വിവരശേഖരണത്തിനല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ്. ഇതിന്റെ ഓർബിറ്റ് കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ, ഉത്തരേന്ത്യ, ജമ്മു കാശ്മീർ എന്നീ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ തുടർച്ചയായി കടന്നുപോകാൻ തക്കവിധമാണ്. ഇത് പാകിസ്ഥാന് ഒരേ ദിവസം തന്നെ ഒരേ സ്ഥലത്തിന്റെ ഒന്നിലധികം വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കും. പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ചൈനയുടെ സ്വന്തം മിലിറ്ററി ഉപഗ്രഹ ശൃംഖലകളായ യവോഗൻ, ഗ്യാവോഫെൻ എന്നിവയുമായി ഈ പാകിസ്ഥാൻ ഉപഗ്രഹങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും സംയുക്തമായിട്ട് ഇന്ത്യയുടെ സൈനിക വിന്യാസങ്ങളെയും മിസൈൽ തറകളെയും തത്സമയം നിരീക്ഷിക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കി കൊടുക്കുന്നത്. 2 അയൽരാജ്യങ്ങൾ ഒന്നിച്ച് ഒരു ഭൗമ ബഹിരാകാശ നിരീക്ഷണ ശൃംഖല രൂപീകരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് 2 മുന്നണികളിൽ നിന്നുള്ള ഒരേപോലെയുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ എന്നും ഒരു സൂപ്പർ പവർ തന്നെയാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ചന്ദ്രയാനും മംഗൾയാനും എല്ലാം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മികവിന്റെ തെളിവുകളാണ്. എന്നാൽ ഈ വലിയ വിജയങ്ങൾക്കിടയിലും സമീപകാലത്തായിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഇസ്രോയ്ക്ക് തന്ത്രപ്രധാനമായ ചില മിലിറ്ററി മേഖലകളിൽ ചെറിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഇന്ത്യയുടെ ചില ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെയും നാവിഗേഷൻ ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണങ്ങൾ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ മൂലം അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ വലിയ സയന്റിഫിക് പ്രൊജക്ടുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഉപഗ്രഹങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു മന്ദത വന്നിട്ടുണ്ടോ എന്ന് ഡിഫൻസ് എക്സ്പേർട്സ് സംശയിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങൾ തങ്ങളുടെ ബഹിരാകാശ ശേഷി ഇത്രമേൽ വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. കാരണം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് യുദ്ധത്തിലും ഭൂമിയിലെ ആയുധങ്ങളെക്കാൾ പ്രാധാന്യം ബഹിരാകാശത്ത് നിന്ന് ലഭിക്കുന്ന കൃത്യമായ വിവരങ്ങൾക്കായിരിക്കും. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ പ്രതിരോധം തീർക്കാൻ സാധിക്കൂ. ഇന്ത്യക്ക് നിലവിൽ മികച്ച ഉപഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പാകിസ്ഥാനും ചൈനയും ചേർന്നുള്ള ഈ പുതിയ സഖ്യം സൃഷ്ടിക്കുന്ന വിവരശേഖരണ വേഗതയോട് മത്സരിക്കാൻ നമ്മുടെ സംവിധാനങ്ങളെ ഇനിയും നവീകരിക്കേണ്ടതുണ്ട്. ബഹിരാകാശ പ്രതിരോധ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയും സൈന്യത്തിന് ആവശ്യമായ തത്സമയ വിവരങ്ങൾ തടസ്സമില്ലാതെ തന്നെ നൽകാൻ കഴിയുന്ന കൂടുതൽ ചെറിയ ഉപഗ്രഹങ്ങളുടെ വ്യൂഹം ഇന്ത്യയും അടിയന്തരമായിട്ട് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പരമ്പരാഗതമായിട്ട് യുദ്ധങ്ങൾ ജയിച്ചിരുന്നത് കനത്ത ആയുധബലവും സൈനികരുടെ എണ്ണവും നോക്കിയായിരുന്നു. എന്നാൽ 21ാം നൂറ്റാണ്ടിലെ യുദ്ധമുറകൾ പൂർണ്ണമായും വിവരങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ശത്രു എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, അവരുടെ മിസൈലുകൾ എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്, അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിട്ട് ആദ്യം ലഭിക്കുന്ന കക്ഷിയായിരിക്കും യുദ്ധത്തിൽ വിജയിക്കുക. പാകിസ്ഥാന്റെ ഈ പുതിയ ഉപഗ്രഹ വ്യൂഹം അവർക്ക് നൽകുന്നത് ഈ ഒരു വലിയ മുൻതൂക്കമാണ്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലെ ചെറിയൊരു സൈനിക ട്രക്കിന്റെ ചലനം പോലും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കെൽപ്പുള്ള ഈ സംവിധാനം ദക്ഷിണേഷ്യയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ തന്നെയാണ് അട്ടിമറിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വന്തം ബഹിരാകാശ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം ഒരു ബഹിരാകാശ ഗവേഷണ ഏജൻസി എന്ന നിലയിൽ നിന്ന് ISROയുടെ മുൻഗണനകളെ രാജ്യസുരക്ഷയുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് സ്പേസ് ഏജൻസി DSA പോലുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ ഫണ്ടും സ്വയംഭരണാധികാരവും നൽകി ശക്തമാക്കണം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പുതിയ നീക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. വരാനിരിക്കുന്ന കാലത്ത് രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കേണ്ടത് കേവലം ഹിമാലയത്തിലെ മഞ്ഞുമലകളിലോ രാജസ്ഥാനിലെ മരുഭൂമിയിലോ ഉള്ള സൈനികർ മാത്രമല്ല, മറിച്ച് ബഹിരാകാശത്തെ അദൃശ്യമായ പരിക്രമണ പഥങ്ങളിൽ കൺതുറന്നിരിക്കുന്ന നമ്മുടെ ഉപഗ്രഹങ്ങൾ കൂടിയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും. ഞങ്ങൾ ഇറാന്റെ മൂക്കിന് താഴെ നിന്ന് ലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ രഹസ്യമായിട്ട് കടത്തിക്കൊണ്ടുപോകുന്നു. ഈ നിമിഷം വരെ ഇറാൻ അറിഞ്ഞതുകൂടിയില്ല. ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ട അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ സാധാരണ എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചു ഉയരാറാണ് പതിവ്. എന്നാൽ ഇറാൻ അമേരിക്ക നേരിട്ടുള്ള യുദ്ധം നടന്നിട്ടും വിപണിയിൽ വലിയ സ്പൈക്ക് ഉണ്ടാകാത്തതിന് പിന്നിലെ ആ ഒരു രഹസ്യ കളി ട്രംപ് തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ്. എന്താണ്
ഇത്തവണ ഹോർമുസ് കടലിടുക്കിൽ അർദ്ധരാത്രി ലൈറ്റുകൾ കെടുത്തി അമേരിക്കൻ മിലിറ്ററി നടത്തിയ ആ ഒരു സീക്രട്ട് മിഷൻ, ഇറാന്റെ റഡാറുകൾ തകർത്ത് അമേരിക്ക നടത്തിയ വലിയ എണ്ണവേട്ടയുടെ ഇൻസൈഡ് സ്റ്റോറിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം, മധ്യേഷ്യയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ വലിയ ആശങ്കയിലാകും. എന്നാൽ ഇത്തവണ വലിയൊരു പ്രതിസന്ധി ഒഴിവായത് അമേരിക്കൻ മിലിറ്ററിയുടെ ഒരു രഹസ്യ ഓപ്പറേഷൻ കാരണമാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ വാക്കുകളിലേക്ക് വന്നാൽ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇറാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് പുറത്തെത്തിക്കുന്നത്. ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഇറാൻ പോലും ഈ നിമിഷം വരെ ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. സാമ്പത്തിക ലോകം ഇതിനെ ഷാഡോ ഓയിൽ ഡിപ്ലോമസി എന്നാണ് വിളിക്കുന്നത്. ട്രംപ് പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞ മാസം അമേരിക്കൻ സൈന്യത്തിന് അദ്ദേഹം നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് US മിലിറ്ററി അതീവ രഹസ്യമായിട്ട് സംരക്ഷണം നൽകി. ഇതുവഴി 100 മില്യൺ ബാരലിലധികം എണ്ണയാണ് സുരക്ഷിതമായിട്ട് ആഗോള വിപണിയിൽ എത്തിച്ചത്. 200-ലധികം കമേഴ്ഷ്യൽ കപ്പലുകൾ US കാവലിൽ കടന്നുപോയി. ബാരലിന് $250 വരെ എത്താമായിരുന്ന ക്രൂഡ് ഓയിൽ വിലയെ വെറും $85 മുതൽ $90 പിടിച്ചു നിർത്താൻ ഈ ഒരു രഹസ്യ നീക്കം സഹായിച്ചു എന്നാണ് ട്രംപ് വാദിക്കുന്നത്. US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റും പാർലമെന്റിൽ സ്ഥിരീകരിച്ചത് US മിലിറ്ററി ഇടപെട്ട് ഈ റൂട്ടിലൂടെയുള്ള എണ്ണ വിതരണം വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ്. എന്നാൽ വിപണിയിലെ യുദ്ധകാല അസ്ഥിരത കാരണം ഡോ ജോൺസ് പോലെയുള്ള ഓഹരി സൂചികകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇറാന്റെ കണ്ണുവെട്ടിച്ച് അമേരിക്ക ഇത് ചെയ്തത് എന്ന് നോക്കാം. ഇതിന് തൊട്ടുമുൻപ് ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാന്റെ ഒരു ഡ്രോൺ വന്നിടിച്ച് തകർന്നിരുന്നു. ഇറാൻ ഡ്രോൺ ഹെലികോപ്റ്ററിനുള്ളിൽ കുടുങ്ങിയിട്ടാണ് ഈ ഒരു ക്രാഷ് ഉണ്ടായത് എന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ ആധിപത്യത്തിനേറ്റ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക നടത്തിയ കടുത്ത വ്യോമാക്രമണത്തിൽ ഇറാനിലെ 20ഓളം സൈനിക ലക്ഷ്യസ്ഥാനങ്ങളാണ് തകർത്തത്. ഇതിൽ ഇറാന്റെ പ്രധാന റേഡാർ സംവിധാനങ്ങളും എയർ ഡിഫൻസും ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകളും പൂർണ്ണമായും തകർക്കപ്പെട്ടു. റേഡാറുകൾ തകർന്നതോടെ ഇറാന്റെ സൈന്യം പൂർണ്ണമായിട്ടും ഇരുട്ടിലായി. അതായത് അവർക്ക് ഒന്നും കാണാൻ പറ്റാത്ത ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അവസ്ഥ വന്നു. ഈ അവസരം മുതലാക്കിയിട്ടാണ് അമേരിക്കൻ മിലിറ്ററി കളിച്ചത്. ട്രംപ് പറഞ്ഞത് കേട്ടാൽ ശരിക്കും ഹോളിവുഡ് പടം പോലെ തോന്നും. കഴിഞ്ഞ ദിവസം രാത്രി കറുത്ത ഇരുട്ടിൽ ഒരൊറ്റ ലൈറ്റ് പോലും ഇടാതെ നമ്മൾ 22 വലിയ കപ്പലുകളാണ് അവിടെ നിന്നും സുരക്ഷിതമായിട്ട് പുറത്തെത്തിച്ചത്. ഇറാന്റെ റേഡാറുകൾ നമ്മൾ നേരത്തെ അടിച്ചു തകർത്തതുകൊണ്ട് അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് US മിലിറ്ററിയുടെ നേരിട്ടുള്ള പ്രൊട്ടക്ഷനിൽ നോൺ ഇറാനിയൻ കപ്പലുകളെയും ടാങ്കറുകളെയും ഇറാന്റെ മൂക്കിന് താഴെ കൂടി അമേരിക്ക സുരക്ഷിതമായിട്ട് കടത്തിവിട്ടു എന്ന്. ഈ ഒരു സൈനിക നീക്കം വ്യക്തമാക്കുന്നത് ഇറാനുമായിട്ട് ഒരു പുതിയ നയതന്ത്ര കരാറിലേക്ക് വരാൻ ട്രംപ് ഭരണകൂടത്തിന് താല്പര്യമുണ്ടെങ്കിലും ഇറാനെ അമിതമായിട്ട് ശാക്തീകരിക്കുന്ന ഒരു കരാറിനോടും അവർക്ക് യോജിപ്പില്ല എന്നാണ്. ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അടിസ്ഥാന നയമെന്ന് പറയുന്നത്. ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കരാർ ഇറാനെ പൂർണ്ണമായും ആണവായുധ വിമുക്തമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കരാറിന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞതാണ് എന്നും ഇറാന്റെ പ്രതിനിധികൾ ഒപ്പിടാൻ മാത്രം ബാക്കി വെച്ച് സമയം നീട്ടിക്കൊണ്ടു പോവുകയാണെന്നുമാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. അവർ നമ്മളെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണ്, അവർ വെറുതെ സമയം കളയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ വീണ്ടും ശക്തമായി ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇനി അമേരിക്ക ഇവിടെ ശരിക്കും ഒരു സ്വിംഗ് സ്റ്റേറ്റ് പോളിസിയാണ് നോക്കുന്നത്. അതായത് ചർച്ചകൾക്ക് വാതിൽ തുറന്നിടുമ്പോഴും ഇറാൻ ഒപ്പിടാൻ മടിച്ചാൽ ബോംബുകൾ ഉപയോഗിച്ച് സംസാരിക്കാനും മടിക്കില്ല എന്ന നിലപാടിലാണ് US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടക്കമുള്ളവർ. ഇറാന്റെ നിലപാട് കടുപ്പമാണെങ്കിലും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം തകർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അവർക്കൊരു കരാർ അനിവാര്യമാണ്. ഇനി ബിസിനസ് ലോകത്ത് വന്നാൽ ഇത്തരം വലിയ യുദ്ധവാർത്തകൾ വരുമ്പോൾ സാധാരണയായിട്ട് സ്വർണം, എണ്ണ എന്നിവയിലേക്ക് നിക്ഷേപകർ ശ്രദ്ധ തിരിക്കാറുണ്ട്. യുദ്ധം കാരണം അമേരിക്കയിൽ ഇൻഫ്ലേഷൻ 4.2% ഉയർന്നിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻപ് ഇത് 2.4% മാത്രമായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എണ്ണവില കൂടുന്നത് കാരണം അമേരിക്കൻ ജനതയ്ക്ക് ഗ്യാസ് പമ്പിലും ഗ്രോസറി സ്റ്റോറിലും വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ട്രംപ് അവകാശപ്പെടുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നതോടെ ഇൻഫ്ലേഷൻ താഴേക്ക് പതിക്കുമെന്നാണ്. നിലവിൽ ടെക്നോളജി ഓഹരികൾ ഉൾപ്പെടുന്ന നാസ്ഡാക് സൂചികയും S&P 500 സൂചികയും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വില നിലവിൽ $91 മുതൽ $94 വരെയായി നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓയിൽ ഫണ്ട് പോലുള്ളവ ഉയർന്നു നിൽക്കുന്നത് നിക്ഷേപകർ എണ്ണ വിപണിയിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. എണ്ണവില ഉയർന്നു തന്നെ നിന്നാൽ അത് ആഗോളതലത്തിൽ പണപ്പെരുപ്പം കൂട്ടുകയും കേന്ദ്ര ബാങ്കുകൾക്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ വലിയ തടസ്സമുണ്ടാകുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ അമേരിക്ക സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല. അത് ലോകത്തിന്റെ ഊർജ്ജ രാഷ്ട്രീയത്തെയും നമ്മുടെയൊക്കെ പോക്കറ്റിനെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ ഈ അർദ്ധരാത്രിയിലെ രഹസ്യ എണ്ണ നീക്കം ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് ഒരു നയതന്ത്ര കരാറിലേക്ക് എത്തിയേ തീരൂ. ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഇറാൻ ആണവായുധ മോഹങ്ങൾ ഉപേക്ഷിക്കുകയും സമാധാന കരാറിൽ ഒപ്പിടുകയും ചെയ്താൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം പുലരുകയുള്ളൂ.
അതുവരെ ലോകം ഒരു വശത്ത് ഇന്ധനവിലയെ വിലയിലെ ഈ ഒരു ചാഞ്ചാട്ടങ്ങളും മറുവശത്ത് വലിയൊരു യുദ്ധഭീതിയും പേര് തന്നെ ജീവിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലെ നീക്കങ്ങൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും സങ്കീർണവും സമാധാനരഹിതവുമായ ഭൂപ്രദേശമാണ് പശ്ചിമേഷ്യ എന്ന് നമുക്കറിയാം. ദശാബ്ദങ്ങളായിട്ട് തുടരുന്ന പ്രാദേശിക തർക്കങ്ങളും യുദ്ധങ്ങളും ഈ മേഖലയെ എപ്പോഴും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെയാണ് നിർത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാനും തമ്മിൽ നടത്തുന്ന പരസ്യമായ വാക്പോര് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലെബനനിലും സിറിയയിലും ഇസ്രായേൽ നടത്തുന്ന മിലിറ്ററി അറ്റാക്കുകൾ തുർക്കിയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ട ഭീഷണിയാണ് എന്ന എർദോഗാന്റെ പ്രസ്താവനയും അതിന് നെതന്യാഹു നൽകിയ കടുത്ത മറുപടിയും കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ല. ഇത് ശരിക്കും പശ്ചിമേഷ്യയിലെയും മെഡിറ്ററേനിയൻ മേഖലയിലെയും പുതിയ ശക്തി ബലങ്ങളുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പുതിയ നയതന്ത്ര യുദ്ധത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. തന്റെ ഭരണകക്ഷിയായ AK പാർട്ടിയുടെ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുർക്കി പാർലമെന്റിൽ പ്രസിഡന്റ് എർദോഗാൻ നടത്തിയ പ്രസംഗമാണ് ഈ വിവാദങ്ങളുടെ ആധാരമെന്ന് പറയുന്നത്. ഇസ്രായേൽ തങ്ങളുടെ പരമ്പരാഗത അതിരുകൾ ലംഘിച്ച് ലെബനിലേക്കും സിറിയയിലേക്കും നടത്തുന്ന വ്യോമാക്രമണങ്ങളും സൈനിക നീക്കങ്ങളും പരിധി കഴിഞ്ഞിരിക്കുന്നു എന്ന് എർദോഗാൻ തുറന്നടിച്ചു. ലെബനന്റെയും സിറിയയുടെയും സുരക്ഷ എന്നത് തുർക്കിയുടെ സ്വന്തം സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും തുർക്കിക്ക് നേരെയുള്ള ഭീഷണിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേഖലയിലെ മുസ്ലിം രാജ്യങ്ങളുടെ സംരക്ഷകനായിട്ട് സ്വയം പ്രതിഷ്ഠിക്കാനുള്ള എർദോഗാന്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. കേവലം അതിർത്തി തർക്കങ്ങൾക്കപ്പുറം വലിയൊരു ഗൂഢാലോചനയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് തുർക്കിയുടെ പ്രധാന ആരോപണം എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെയും മെഡിറ്ററേനിയൻ മേഖലയെയും അസ്ഥിരതപ്പെടുത്താൻ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എർദോഗാൻ ആരോപിച്ചു. വംശീയമായി വിഭജിക്കപ്പെട്ട് കിടക്കുന്ന സൈപ്രസ് ദ്വീപിൽ ബോധപൂർവം സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇസ്രായേലിന്റെ ഈ നീക്കങ്ങളെ ബോട്ട് ഓഫ് മിസ്ചീഫ്, കുരുത്തക്കേടിന്റെ വഞ്ചി എന്നാണ് എർദോഗാൻ വിശേഷിപ്പിച്ചത്. കിഴക്കൻ മെഡിറ്ററേനിയയിൽ തുർക്കിയുടെയോ അല്ലെങ്കിൽ തുർക്കിഷ് സൈപ്രസുകാരുടെയോ അവകാശങ്ങൾക്ക് മേൽ ഉണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും രാജ്യം കടുത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും എർദോഗാൻ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്കെതിരെ ലോകശക്തികൾ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മൗനമാണ് ഇസ്രായേലിന് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള ധൈര്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തുർക്കി ഒരു വമ്പൻ നേറ്റോ സഖ്യകക്ഷി. എന്നിട്ടും പാശ്ചാത്യ ശക്തികളുടെ നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് ഇസ്രായേൽ വിഷയത്തിൽ തുർക്കി സ്വീകരിക്കുന്നത്. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളുടെ ഏറ്റവും വലിയ വിമർശകരാണ് അങ്കാറ, അതായത് തുർക്കി. ഇസ്രായേലുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളും തുർക്കി ഇതിനകം തന്നെ പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ ഇസ്രായേലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും തുർക്കിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്ക് കാരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരന്തരമായ പ്രകോപനങ്ങളാണ് എന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക നിലപാട്. മേഖലയിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധം ഉണ്ടാകുന്നത് തടയാൻ ഇസ്രായേലിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ലോകത്തിന്റെ പൊതുവായ കടമയാണ് എന്ന് തുർക്കി വിശ്വസിക്കുന്നു. എന്നാൽ ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എർദോഗാൻ തന്റെ നല്ലൊരു സുഹൃത്താണ് എന്നും സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. എർദോഗാന്റെ ഈ കടുത്ത വിമർശനങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചത്. എർദോഗാനെ ഒരു ആന്റി സെമിറ്റിക് ഡിക്റ്റേറ്റർ, അതായത് യഹൂദ വിരുദ്ധ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന ആളാണ് തുർക്കി പ്രസിഡന്റ് എന്ന് ആഞ്ഞടിച്ചു. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുകയും രാഷ്ട്രീയ ശത്രുക്കളെ ജയിലിലടയ്ക്കുകയും ചെയ്യുന്ന എർദോഗാന് ഇസ്രായേലിനെ ധാർമ്മികത പഠിപ്പിക്കാൻ യാതൊരു അവകാശവുമില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കുർദ് വംശജർക്കെതിരെ തുർക്കി നടത്തുന്ന സൈനിക നടപടികളെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നെതന്യാഹു എർദോഗാന്റെ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കാൻ ശ്രമിച്ചത്. ഇസ്രായേലിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആരുടെയും ഉപദേശം തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇറാന്റെയും അവരുടെ നിഴൽ സൈന്യങ്ങളുടെയും പ്രോക്സികളുടെയും ഭീഷണികളിൽ നിന്ന് രാജ്യത്തെയും പശ്ചിമേഷ്യ
ആകെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യവും ലോകത്തിലെ ഏറ്റവും മോറൽ ആർമിയായ IDF-ഉം തങ്ങളുടെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകൾക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിൽ ഇടപെടാൻ തുർക്കി ശ്രമിച്ചാൽ അത് വകവെച്ചു കൊടുക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് നെതന്യാഹു നൽകുന്നത്. നെതന്യാഹുവും എർദോഗാനും തമ്മിലുള്ള ഈ പരസ്യമായ ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര തർക്കമല്ല. അത് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സഖ്യങ്ങളെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. തുർക്കി ഒരു നേറ്റോ അംഗമായതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷാ ആശങ്കകളെ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ അതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രക്ഷാധികാരി അമേരിക്കയുമാണ്. ഈ സാഹചര്യത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് അമേരിക്കയെ വലിയൊരു പ്രതിസന്ധിയിലാക്കും. മെഡിറ്ററേനിയൻ കടലിലെ നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും സൈപ്രസ് വിഷയവും ഇതിനോടകം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇസ്രായേൽ തുർക്കി ശത്രുത കൂടിച്ചേരുമ്പോൾ ആഗോള ഇന്ധന വിപണിയെയും അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ നേതാക്കളുടെ കടുത്ത നിലപാടുകൾ വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ചർച്ചകളിലൂടെയോ നയതന്ത്ര നീക്കങ്ങളിലൂടെയോ പരിഹരിക്കാൻ കഴിയാത്ത വിധം ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് തുർക്കി ഇതിനെ പ്രാദേശിക അധിനിവേശമായിട്ട് ചിത്രീകരിച്ച് മുസ്ലിം ലോകത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ രണ്ട് തീവ്ര നിലപാടുകൾക്കിടയിൽപ്പെട്ട് പോകുന്നത് സിറിയയിലെയും ലെബനിലെയും ഗാസയിലെയും സാധാരണക്കാരായ മനുഷ്യരാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ വൻ ശക്തികളുടെ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ വന്യമായ രൂപത്തിലേക്ക് മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ. ഈ വാക്കുകളുടെ യുദ്ധം പ്രവൃത്തിയിലേക്ക് കടന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വിനാശം പ്രവചനാതീതമായിരിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പവർ ഗെയിമും ലോകത്തെ വലിയൊരു യുദ്ധഭീതിയിൽ നിർത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനിടയിലും നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ചരിത്രം പരിശോധിച്ചാൽ എത്ര കടുത്ത പ്രതിസന്ധികളും യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ഒടുവിൽ സമാധാനത്തിന്റെയും നയതന്ത്ര ചർച്ചകളുടെയും പാതയിലേക്ക് തന്നെ തിരികെ വന്നിട്ടുണ്ട്. ഈ സ്പേസ് യുദ്ധങ്ങളും സ്മാർട്ട് സാങ്കേതിക വിദ്യകളും വിനാശത്തിനല്ല, മറിച്ച് രാജ്യങ്ങളുടെ പ്രതിരോധത്തിനും ലോകത്തിന്റെ പൊതുവായ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി മാത്രമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.